എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴായിരിക്കും? ജൂലൈ 31 തീയതിക്ക് ശേഷമാണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 31 ശേഷമാണോ എന്ന് ചോദിച്ചാൽ ജൂലൈ 31 മുൻപായിട്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുള്ള ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ഘട്ടം അവസാനിക്കുന്നതും അതുപോലെ തന്നെ അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന തീയതിയുമാണ് ജൂലൈ 31. അപ്പോൾ ജൂലൈ 31 ശേഷം യാതൊരു വിധത്തിലുള്ള അഡ്മിഷൻ നടപടികളും നടക്കില്ല. അതായത് ട്രാൻസ്ഫർ ഉൾപ്പെടെ ജൂലൈ 31 ശേഷം ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 31 മുൻപായിട്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് ജൂലൈ 31 ശേഷം അഡ്മിഷൻ ഒക്കെ ഉണ്ടായിരിക്കുക. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 31 മുൻപായിട്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാകും. അതായത് ഒന്നുകിൽ അതായത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വരും. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ സർക്കുലർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരാനുള്ള സാധ്യതയുള്ളത്. കാരണം മുൻ വർഷം ഉണ്ടായിരുന്നത് അതായത് മുൻ വർഷം ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻ വർഷം അതായത് ഈ ഒരു വർഷത്തിൻ്റെ അതായത് കഴിഞ്ഞ വർഷത്തിന് മുൻ വർഷം ഉണ്ടായിരുന്നത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉത്തരവുകളും വന്നിട്ടില്ല. അപ്പോൾ ICT സെല്ലിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം നിലവിൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ സർക്കുലറും ഗവൺമെൻറ്റിൽ നിന്നും വരാത്തത് കൊണ്ട് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിരിക്കും അടുത്തതായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വരികയാണെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സർക്കുലർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് പകരം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതിനുശേഷം ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളതുമാണ് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. നിലവിൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റിനുള്ള അപേക്ഷ വന്നിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറുന്നതിനായിട്ട് അത് കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ്, ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പാളിന് 24 തീയതി മുതൽ 26 തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിനുള്ള ട്രാൻസ്ഫറിന് നിലവിൽ ഇപ്പോൾ സ്കൂളിൽ അപേക്ഷിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അവസരം. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ ഒരു ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റില്ല എങ്കിലും ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ട്രാൻസ്ഫറിന് നിലവിൽ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ജൂൺ 24 മുതൽ 26 തീയതി വരെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആർക്കൊക്കെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് ചോദിച്ചാൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റിൽ അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അതായത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടാത്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫറിലോ ആണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ട്രാൻസ്ഫറിനുള്ള അവസരം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ തന്നെയാണോ നിങ്ങൾ വെക്കുന്നത്. അതായത് പല വിദ്യാർത്ഥികളും ഓപ്ഷൻ ഇഷ്ടമില്ലാത്ത സ്കൂളൊക്കെ കൊണ്ടുപോയിട്ട് വെക്കും. എന്നിട്ട് ട്രാൻസ്ഫർ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയതെന്ന് പറയുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സുമാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്നത് എന്നുള്ള കാര്യം ഓപ്ഷൻ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ കോഴ്സിലേക്കോ സ്കൂളിലേക്കോ മാറേണ്ടത് നിർബന്ധമാണ്. എന്നാൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും അതായത് നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ A എന്ന സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ B എന്ന സ്കൂളിലേക്കോ അല്ലെങ്കിൽ B എന്ന കോഴ്സിലേക്കോ എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല. അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ എവിടെയാണോ എനിക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നത് അവിടെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് പോവുകയുള്ളൂ. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ ആ ഒരു സീറ്റിൽ തുടർന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ജില്ലാ ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ട്. ആദ്യം വരുന്നത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറും രണ്ടാമതായിട്ട് വരുന്ന ട്രാൻസ്ഫറാണ് അതുപോലെ സ്കൂൾ കോഴ്സ് അതുപോലെ ജില്ല, അതായത് സ്കൂളും ജില്ലയും കോഴ്സും മാറാനുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 3 രീതിയിലാണ് ഓപ്ഷൻ വെക്കാൻ സാധിക്കുക. ഒന്നാമത്തേത് ഒരു സ്കൂളിൽ നിന്നും അതേ സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കല്ല മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ സാധിക്കും.
അതായത് കോഴ്സ് മാറാതെയുള്ള മാറ്റം. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ കോഴ്സ് മാറുന്നു, അതായത് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു, എന്നാൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത്, ഒരു ഉദാഹരണത്തിന് ബി എന്ന സ്കൂളിൽ, എ എന്ന സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്, ബി എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നും സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ ഈ ഒരു കോഴ്സിലേക്കോ, നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിലേക്കോ, അത് അഡ്മിഷൻ ലഭിച്ച കോഴ്സിലേക്കോ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൊത്തം കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി വെക്കാൻ സാധിക്കുന്നതാണ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഏകദേശം ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമോ, അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് സർക്കുലർ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക, അതിനുശേഷം മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ സർക്കുലറും വന്നിട്ടില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് എങ്ങനെ ഓപ്ഷൻ വെക്കാൻ സാധിക്കും എന്നത് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് HSK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് OTP സെൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയും, അതായത് നിങ്ങളുടെ പേര്, അതുപോലെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ, അതായത് +1 ആപ്ലിക്കേഷൻ്റെ നമ്പർ, അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൻ്റെ പേര്, സ്കൂളിൽ ഏത് കോമ്പിനേഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും, അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകണം. അതിനുശേഷം ആ ഒരു കോഴ്സ് ഓട്ടോമാറ്റിക്കലി വരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഏത് കോഴ്സിലേക്കാണ് ആ ഒരു സ്കൂളിലെ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട്, അത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ഓപ്ഷൻ നൽകുകയും അതിനുശേഷം താഴെയായിട്ട് ആഡ് ഓപ്ഷൻ കാണാൻ പറ്റും. ആഡിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വരും. അതിനുശേഷം അടുത്ത സ്കൂളിലേക്ക് കോഡ് നൽകുന്നു, അടുത്ത ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത സ്കൂൾ കിട്ടിയെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളും കോഴ്സുമാണ് ഓപ്ഷൻ വെച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുപോലെ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കില്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറാതിരിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂളോ കോഴ്സോ തന്നെയാണ് ഓപ്ഷനായിട്ട് വെച്ചത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉറപ്പാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഫൈനൽ കൺഫർമേഷനായിട്ട് സൈഡിലുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനുള്ളത്. ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരുന്നത് ട്രാൻസ്ഫർ അപേക്ഷ കഴിഞ്ഞ് ഏകദേശം 2 ദിവസത്തിനുള്ളിലാണ് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരിക. ട്രാൻസ്ഫർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചത് മറ്റൊരു കോഴ്സിലേക്കാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വരുന്ന വല്ല ഫീസും ഉണ്ടെങ്കിൽ അടക്കുക. എക്സ്ട്രാ ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 100-150 അത്ര മാത്രമേ ഫീസായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങൾ നൽകിയുള്ള ഫീസൊക്കെ റെസിപ്റ്റ് നൽകി തിരികെ വാങ്ങുകയും, അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി നിങ്ങൾ പുതിയ ആ ഒരു സ്കൂൾ എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടുകയുമാണ് ചെയ്യേണ്ടി വരിക. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ ഏകദേശം 2 ദിവസത്തോളം മാത്രമാണ് അവസരം കിട്ടുകയുള്ളൂ. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നിലവിൽ വന്നിട്ടില്ല. വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കും. ജൂലൈ 31 മുമ്പ് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ജൂലൈ 31 അഡ്മിഷൻ അവസാനിപ്പിക്കാനുള്ള തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജൂലൈ 31 ശേഷം അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായിട്ടും നിർത്തും. അപ്പോൾ ജൂലൈ 31 ശേഷം ട്രാൻസ്ഫർ ഉണ്ടാവും എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നത് അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ജൂലൈ 31 ശേഷം ഈ ഒരു അഡ്മിഷൻ നടപടികൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് ഈ ഒരു ഏകദേശം ജൂലൈ 10 ആയിട്ട് ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവ്വം ആ ഒരു കാര്യത്തിനായിട്ട് ഇരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.